നമ്മുടെ ഫെഡറലിസത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് സഖ്യ കക്ഷി സംവിധാനത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് NDA എന്ന് പറയുന്നതും സഖ്യകക്ഷികളുടെ ഭാഗമാണ്. അവർ പരസ്പരം മത്സരിച്ചിട്ടുണ്ടല്ലോ. BJP-യുടെ സഖ്യകക്ഷിയായിരുന്നവർ NDA സഖ്യത്തിലുണ്ടായി, ശിവസേന മത്സരിച്ചിട്ടുണ്ട്, JDU മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനും അത് ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ചർച്ചകളൊക്കെ പൊതുസമൂഹം കാണുമ്പോൾ വല്ലാണ്ട് വന്നിരുന്ന് വെറുതെ ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളതിന് താല്പര്യമുള്ള ഒരാളും കൂടിയല്ല ഞാൻ. BJP-യെ എതിർക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അതിന് പകരം ബദൽ എന്താണ്? ഈ ബദൽ എന്ന് പറയുമ്പോൾ ഒരാളെ വ്യക്തിപരമായ എതിർപ്പിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളെ വിശ്വസനീയമായ ഒരു കഥ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിന് ബദൽ ഞങ്ങളുടെ മുമ്പിൽ ഇത്തരം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ പറയുന്ന പ്രതിപക്ഷ സംവിധാനം വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ സഖ്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഈ ഇന്ത്യ അലയൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട ഒരു പ്രധാന വിഷയം. ഇപ്പൊ നോക്കൂ, അതിന്ന് അവരെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം പ്രതിഷേധം സംഘടിപ്പിക്കാൻ എത്ര ദിവസങ്ങൾക്ക് ശേഷം തീരുമാനിക്കുന്നു? 18ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഭരണപരമായ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഗവൺമെന്റ് കാണിക്കുന്നില്ല. ക്രിമിനൽ ഒഫൻസുകൾക്ക് കേസെടുത്തിട്ടുണ്ട്, അതായത് FIR ഇട്ടിട്ടുണ്ട്, CBIക്ക് അന്വേഷണം വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ ഏജൻസി എന്ന് പറയുന്ന സ്വതന്ത്ര ഏജൻസി ആണെങ്കിലും അതൊരു ഭരണപരമായിട്ടുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അവിടെ ആ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇപ്പം കോക്രോച്ചിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പിള്ളേരൊക്കെ അതിൽ മൂവ്മെന്റിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് കൂട്ടായിട്ട്, ഞാനിപ്പോ മറ്റു പാർട്ടികളെ, എല്ലാ പാർട്ടികളെയും ഒരുമിച്ചാണ് ഈ സംസാരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെയും അതിൽ നിന്ന് മാറ്റി നിർത്തരുത് താങ്കൾ. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാന സഖ്യ പാർട്ടിയായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. അതെ, അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാലോ, പരസ്പരം കലഹിക്കുന്നവർ ഒരുമിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പരസ്പരം കലഹിക്കുന്ന സ്റ്റേറ്റിൽ അവരെ നാഷണൽ ലെവലിൽ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് NDA എന്ന് പറയുന്നത് അലയൻസ് ആയിരുന്നല്ലോ. അവരും പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ കോമൺ മിനിമം ഫീലിംഗ്സിന്റെ പുറത്ത് വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെ എന്താ പ്രശ്നം? അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പൊ ദേശീയ തലത്തിൽ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ദേശീയ തലത്തിൽ ഇപ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ മുൻപിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ സംഘടനാപരമായ ദൗർബല്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് പ്രാദേശിക സംസ്ഥാനങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത്.